ആ ടോമ്പിൻ്റെ മുകളിൽ ഒരു കപ്പലിൻ്റെ പോലെ ഒരു രൂപം കാണാം. അതിലൊരു പ്രത്യേകത ഉണ്ട് ആ കപ്പലിൻ്റെ രൂപത്തിന്. ഈജിപ്തിലെ ഷാഫി ഇമാമിൻ്റെ ദർഗയിലേക്കാണ് കേട്ടോ ഇപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ വീഡിയോസുകൾ കാണുന്ന ഒരുപാട് ആളുകൾ ഷാഫി ഇമാമിൻ്റെ ദർഗയെക്കുറിച്ചൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള മഹാന്മാരെ കുറിച്ച് അറിയണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് കൂടുതൽ ആളുകളും. നമ്മുടെ ചാനലിൽ നമ്മൾ അത്തരത്തിലുള്ള വീഡിയോസുകളാണ് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലോകത്തിൻ്റെ വിവിധ ഭാഗത്തുള്ള മഹാന്മാരെ പരിചയപ്പെടുക, ആ നാട് പരിചയപ്പെടുക, അവിടുത്തെ വിശേഷങ്ങൾ അറിയുക, ഇതൊക്കെയാണ് നമ്മൾ ഇതുവരെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ മിസ്റിലെ ഷാഫി ഇമാമിൻ്റെ ദർഗയിലേക്കാണ് പോകുന്നത്. വെൽക്കം ടു ട്രാവൽ പോഡ്കാസ്റ്റ്. ഈജിപ്തിൽ വരുന്ന അധികം ആളുകളും പോകാൻ ആഗ്രഹിക്കുന്ന ഒരു ദർഗയാണ് ബഹുമാനപ്പെട്ട ഷാഫി ഇമാമിന്റെ ദർഗ. ഇസ്ലാമിലെ 4 മദ്ഹബുകളിൽ പ്രധാനപ്പെട്ട ഷാഫി ഇമാം. അപ്പൊ ഞാനൊക്കെ ഷാഫി മദ്ഹബുകാരനാണ്. അപ്പൊ ഷാഫി ഇമാമിന്റെ ദർഗയിലേക്കാണ് നമ്മളുടെ ഒരു യാത്ര. അപ്പൊ നമ്മള് കൈറോന്റെ ഒരു ഭാഗത്ത് താമസിക്കുന്ന ഒരു ഹോട്ടലിന്റെ ഫ്രണ്ടിലാണ്. നമ്മൾ ടാക്സി വിളിച്ചിട്ടാണ് നമ്മൾ പോണത്. തൊട്ടടുത്ത് തന്നെയാണ്. ടാക്സി വാഹനമാണ് കേട്ടോ. ഇവിടുത്തെ ഹോട്ടലുകളിലും വാഹനങ്ങളിലൊക്കെ ഉള്ളൊരു പ്രത്യേകതയാണ് ഫുൾ ടൈം ഖുർആൻ ഇങ്ങനെ പ്ലേ ചെയ്തിട്ടുണ്ടാവും. ഹോട്ടലിലാണെങ്കിലും വണ്ടികളിലാണെങ്കിലും ഒക്കെ. നമ്മളെ കൂടെ ഉള്ള ആൾക്കാരതാ പോണേ. ഈജിപ്ത് എന്ന രാജ്യത്ത് നിരവധി മഹാന്മാരുടെ ദർഗകളും തിരുവിശേഷിപ്പുകളുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഈ മിസ്റിലെ ഡെഡ് സിറ്റി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഷാഫി ഇമാമിൻ്റെ ദർഗ സ്ഥിതി ചെയ്യുന്നത്. അങ്ങോട്ട് പോയി ഏകദേശം നമ്മളവിടെ എത്താനായിക്കൊണ്ടിരിക്കുകയാണ്. ഷാഫി ഇമാമിൻ്റെ ദർഗയുടെ ഫ്രണ്ടിലാണ് ഞാൻ നിൽക്കുന്നത്. ഹിജ്റ 150 ഫലസ്തീനിലെ ഗസയിലാണ് ഷാഫി ഇമാം ജനിക്കുന്നത്. ഷാഫി ഇമാം ജനിച്ച ദിവസമാണ് അബൂ ഹനീഫ ഇമാമ ഈ ലോകത്ത് നിന്ന് ഇവിടെ പറയുന്നത്. ദർഗന്റെ കവാടാണിത്. ഇപ്പോൾ വീഡിയോയിലെങ്കിലും അല്ലെങ്കിൽ നേരിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് എല്ലാ ആളുകളും. പക്ഷെ അങ്ങനെ കാണാൻ കഴിയുന്നില്ല. വീഡിയോയിലെങ്കിലും ഒരു പ്രാവശ്യം വീഡിയോയിലെങ്കിലും കണ്ടാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. നമ്മൾ ഇറാഖ് യാത്രയിലൊക്കെ റിഫായി ഷെയ്ഖിന്റെ ദർഗ, അബൂ ഹനീഫാമിന്റെ ദർഗ, ഇതൊക്കെ വീഡിയോയിൽ കണ്ട ഒരുപാട് ആളുകൾ നേരിട്ട് എന്നോട് സന്തോഷം പറഞ്ഞു. അപ്പോൾ ഷാഫി ഇമാമ നമ്മുടെ മദ്ഹബിന്റെ ഇമാമായ ഷാഫി ഇമാമിന്റെ ദർഗയാണ്. അപ്പോൾ ദർഗയുടെ പരിസരത്തുള്ള കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളും ഷാഫി ഇമാമിനെ കുറിച്ചുള്ള കുറച്ച് വിവരങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ പങ്കുവെക്കാം. കൈറോ പട്ടണത്തിൽ ഈ ഡെഡ് സിറ്റിയിലുള്ള ഇമാം ഷാഫി മസ്ജിദിനോട് ചേർന്നിട്ടാണ് ഷാഫി ഇമാമിൻ്റെ ദർഗ സ്ഥിതി ചെയ്യുന്നത്. നമ്മളിപ്പോൾ ആ പള്ളിയുടെ ഫ്രണ്ടിലെത്തി. ഇത് ഒരു മനോഹരമായ പള്ളിയാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്നുള്ള യാത്രക്കാരും സന്ദർശകരൊക്കെ ഇവിടെ സന്ദർശിക്കാൻ വരും. കാരണം ലോകപ്രസിദ്ധനായ ഒരു പണ്ഡിതനാണല്ലോ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. ദർഗയിലേക്ക് കയറി വരുന്ന ഗേറ്റ് കഴിഞ്ഞാലുള്ള ഫസ്റ്റ് പള്ളി ഇമാം ഷാഫി പള്ളി എന്നാണ് ഈ പള്ളിയുടെ പേരും. ഇമാം ഷാഫി മസ്ജിദ് എന്നാണ് ഈ പള്ളിയുടെ പേര്. പിന്നീട് ആ വഴിയാണ് ദർഗയിലേക്ക് പോകാനുള്ള വഴി. ഷാഫി ഇമാമിന് ഒരുപാട് ശിഷ്യന്മാരുണ്ട് കേട്ടോ. ആ ശിഷ്യന്മാരിൽ പ്രമുഖരായ ശിഷ്യന്മാരൊക്കെ നമുക്കറിയാം. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഒക്കെ ഷാഫി ഇമാമിൻ്റെ പ്രധാന ശിഷ്യനാണ്. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ടൊക്കെ നമുക്ക് ചരിത്രങ്ങളിൽ കാണാൻ പറ്റും. അതായത് ഓരോ നൂറ്റാണ്ടിലും ഓരോ നവോത്ഥാന നായകന്മാരെ അള്ളാഹു നിശ്ചയിക്കും എന്നൊരു ഹദീസുണ്ട്. അപ്പോൾ ഹിജ്റ 2-ാം നൂറ്റാണ്ടിലെ നവോത്ഥാന നായകനാണ് ഷാഫി ഇമാം എന്നാണ് ഞാൻ കണക്കാക്കുന്നത് എന്നൊക്കെ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ടൊക്കെ നമുക്ക് ചരിത്രങ്ങളിൽ കാണാൻ പറ്റും. അതുപോലെ അബൂ നഈം എന്ന് പറഞ്ഞൊരു ഹദീസ് പണ്ഡിതനെ മുമ്പ് പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഒരു ഖുറൈശി പണ്ഡിതൻ ലോകത്ത് വിജ്ഞാനം നിറക്കുമെന്നൊരു ഹദീസുണ്ട്. അപ്പോൾ ആ ഹദീസിൻ്റെ സാരാംശങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അത് ഷാഫി ഇമാം ആണെന്നാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം. അപ്പം അങ്ങനെ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ അറിയുകയും ഏറ്റവും കൂടുതൽ ആളുകൾ ആഗ്രഹിക്കുകയും ചെയ്യുന്ന, കാണാൻ ആഗ്രഹിക്കുകയും സന്ദർശിക്കാൻ ആഗ്രഹിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ദർഗയാണ് ഷാഫി ഇമാമിൻ്റെ ഈ ദർഗ. മാത്രമല്ല ഷാഫി മദ്ഹബ് സ്വീകരിച്ച ഒരുപാട് ആളുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. ഇറാഖ്, ഖുറാസാൻ, ഷാം, യമന്, ഹിജാസ്, അതുപോലെ കിഴക്കൻ ആഫ്രിക്ക, സ്പെയിന്, ഇവിടെയൊക്കെ കൂടുതൽ ഷാഫി മദ്ഹബ് വ്യാപിച്ച സ്ഥലങ്ങളാണ്. ഇന്ത്യയിലെ മിക്ക സ്ഥലങ്ങളും അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഷാഫി മദ്ഹബ് കൂടുതലായി വ്യാപിച്ച സ്ഥലങ്ങൾ ഒരുപാട് ലോകത്തുണ്ട്. ഈ ദർഗയിലേക്ക് കയറാൻ നമുക്ക് 2 വഴികളുണ്ട്. അതായത് ഈ ഇമാം ഷാഫി മസ്ജിദിലേക്ക് കടന്നാൽ നമുക്ക് അതിൻ്റെ അകത്ത് കൂടെ നമുക്ക് ദർഗയിലേക്ക് പോകാം. അതല്ലാതെ ഇപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ഇങ്ങനെ
ഉള്ള ഈ വഴി ചെന്നാൽ പ്രധാന കവാടം പുറത്തുനിന്ന് ചെന്നാൽ ഈ പള്ളിയുടെ ഇടതുവശത്തോട് ചേർന്ന് ചെന്നാൽ അതിലൂടെ നമുക്ക് ഉള്ളിലേക്ക് കടക്കാം. അപ്പോൾ ഈ പള്ളിയിലൂടെ ഉള്ളിലേക്ക് പോകുമ്പോൾ നമുക്ക് മറ്റൊരു പ്രത്യേകത കൂടി അവിടെ ഉണ്ട്. പുറത്തുനിന്ന് നമ്മൾ കയറി വന്ന വഴിയാണ് കേട്ടോ അവിടെ കാണുന്നത്. ആ വഴിയിലൂടെ അകത്തേക്ക് കയറി വലതു ഭാഗത്തേക്ക് വന്നാൽ ഇത് ഇവിടുത്തെ പള്ളിയാണ്. ദർഗയോട് ചേർന്നിട്ടുള്ള പ്രധാനപ്പെട്ടൊരു പള്ളിയാണ്. നല്ലൊരു കമാൻക്വായിട്ട് വളരെ മനോഹരമായി ഈ പള്ളിയുടെ അകവും നല്ല മനോഹരമായി ചിത്രീകരിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രസമുള്ളൊരു പള്ളിയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോൾ പുറത്തേക്ക് വന്നാൽ ഈ കാണുന്നതാണ് സക്കരിയ അൻസാരി റളിയല്ലാഹു അൻഹുവിൻ്റെ മക്ബറ. ഷാഫിഈ മദ്ഹബിലെ പ്രധാനപ്പെട്ട ഒരു പണ്ഡിതനാണ് ഷെയ്ഖ് സക്കരിയ അൻസാരി റളിയല്ലാഹു അൻഹു. ഷാഫിഈ ഇമാമിൻ്റെ ഈ ഒരു ഷാഫിഈ മദ്ഹബ് ക്രോഡീകരിക്കുന്നതിൽ, അതായത് ഈ ഒരു രൂപത്തിൽ ലോകത്ത് പ്രശസ്തിപ്പെടുത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച ഒരു മഹാനാണെന്നാണ് ചരിത്രങ്ങൾ രേഖപ്പെടുത്തുന്നത്. ദർഗയുടെ തൊട്ടടുത്ത് തന്നെയാണ് സക്കരിയ അൻസാരി റളിയല്ലാഹു അൻഹുവിൻ്റെ ദർഗൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ തിരിഞ്ഞാൽ, ഈ വാതിലൂടെയാണ് ഇപ്പോൾ നമ്മൾ അകത്തേക്ക് കയറിയത്. ഇങ്ങനെ തിരിഞ്ഞു വന്നാൽ ഇതാണ് ഷാഫി ഇമാമിൻ്റെ ദർഗയ്ക്ക് പ്രവേശിക്കുന്ന പ്രധാന വാതിൽ. ഈ ഒരു ചെറിയ ഗേറ്റ് കടന്നിട്ടാണ് ഇതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുക. അകത്ത് കടന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ചെടികളൊക്കെ വെച്ച് നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. കുറേ ചെടികൾ, രണ്ട് ഭാഗത്തും ചെടികളുണ്ട്. പിന്നെ ഇവിടെ ചെറിയൊരു കാർപ്പറ്റ് ഇങ്ങനെ വിരിച്ചിട്ടുണ്ട്. ചെരുപ്പുകൾ വെക്കാൻ അവിടെ സൗകര്യമുണ്ട്. ഇത് ദർഗ പരിപാലിക്കുന്ന ആളുകളാണ്. ഇപ്പോൾ ഭക്ഷണം കഴിക്കണം. രണ്ട് സൈഡിലും നല്ല ഉയരത്തിലുള്ള കെട്ടിടങ്ങളാണ്. നല്ലൊരു ഇറാഖിലൊക്കെ പോയതുപോലെ നമ്മളിപ്പോൾ വേറൊരു അറബി രാജ്യത്ത് പോയത് ഇപ്പോൾ അതാണല്ലോ. അവിടെ ഉള്ളതുപോലെ തന്നെ ബിൽഡിങ്ങുകളുടെ ആ ഒരു രൂപവും കാര്യങ്ങളൊക്കെ. പിന്നെ ഇതാണ് ദർഗയുടെ പ്രധാന അകത്തേക്കുള്ള കവാടം. അവിടെ ഖുർആൻ ആയത്തുകളൊക്കെ എഴുതി വച്ചിട്ടുണ്ട്. എല്ലാം ഒരു പഴമ തോന്നിപ്പിക്കുന്ന രൂപത്തിലാട്ടാ. ഒരു എന്താ പറയുക, നല്ലൊരു ആംബിയൻസാണ് ഇതിൻ്റെ പുറത്തായാലും അകത്തായാലും. അകത്ത് ഒന്നുകൂടി മനോഹരമായ വർക്കുകൾ ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ ഏതായാലും അകത്തേക്ക് ഇങ്ങനെ കയറി ചെന്ന് പോകുമ്പോൾ ഇത് മെയിൻ കവാടം കടന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയൊരു ഇടനാഴികയുണ്ട്. ഇവിടെ നല്ലൊരു മനോഹരമായൊരു തൂക്കിയിട്ടൊരു വിളക്കുണ്ട്. പിന്നെ മുകളിൽ ഇങ്ങനെ ലൈറ്റൊക്കെ വരാൻ പഴയ കാലത്ത് ഉണ്ടാക്കി വെക്കുന്നത് പോലത്തെ ഒരു ടോംബ്, ചെറിയൊരു ടോംബ് കാണാം. വാതിലുകളൊക്കെ വലിയ വാതിലാണ്. ഇമാം ഷാഫിഈ വിസിറ്റേഴ്സ് സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് കാണാനുണ്ട്. അബൌട്ട് ദ എക്സ്കവേഷൻസ് അതിൻ്റെ ഒരു ഇതവിടെ കൊടുത്തിട്ടുണ്ട്. ബിൽഡിങ്ങിൻ്റെ മൊത്തത്തിലുള്ള ഇതാണ് മെയിൻ കവാടം, മെയിൻ വാതിൽ. ഇതിലൂടെ അങ്ങനെ വന്നാൽ ഈ വാതിലുകളൊക്കെ എന്ന് പറഞ്ഞാൽ തന്നെ രണ്ട് വാതിലുകളാണ് ഉള്ളത്. ഒന്ന് ഇങ്ങനെ പുറത്തുനിന്ന് ഇങ്ങനെ പുറത്തേക്ക് കടക്കാനുള്ള രണ്ട് പൊളികൾ, പിന്നെ അത് അകത്തേക്ക് കടക്കാനുള്ള രണ്ട് പൊളികൾ, പിന്നെ ഇതിങ്ങനെ നേരെ അകത്തേക്ക്. ഇത് ഇവിടുത്തെ പഴയ നിലത്തിൻ്റെ ഒരു രൂപം ഇന്നും ആളുകൾക്ക് കാണാൻ വേണ്ടിയിട്ട് അത് അങ്ങനെ ഗ്ലാസ്സൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചതാണ്. പഴയ കാലത്ത് ഇങ്ങനെ ആയിരുന്നു നില ഉണ്ടായിരുന്നത്. പുതുക്കി പണിതപ്പോൾ ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി അങ്ങനെ ചെയ്തതാണ്. ഷാഫി ഇമാമിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് എവിടെ നിന്ന് തുടങ്ങണം, എവിടെ അവസാനിപ്പിക്കണം എന്നൊന്നും അറിയില്ല. അത്രയും ചരിത്രങ്ങളിൽ ഇടം പിടിച്ച ഒരു മഹാനാണല്ലോ. ഖുർആൻ വ്യാഖ്യാതാവാണ്, കർമ്മശാസ്ത്ര വിദഗ്ധനാണ്, ചരിത്രകാരനാണ്, കവിയാണ്, ഹദീസ് പണ്ഡിതനാണ്. ഞാനൊക്കെ യാത്ര ഇഷ്ടപ്പെടുന്ന ആളാണ്. ഒരു യാത്രാപ്രിയൻ അല്ലെങ്കിൽ ഒരു സഞ്ചാരപ്രിയനാണ് ഞാനൊക്കെ. യാത്രക്കാരെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് കോഴ്സുകൾ, കവിതകൾ നമുക്ക് ഷാഫി ഇമാമിൻ്റേതാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ കൂടുതൽ കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഈ ദീവാനു ഷാഫി എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ നമുക്ക് നേരിട്ട് തന്നെ വായിക്കാനും മനസ്സിലാക്കാനൊക്കെ പറ്റും. അപ്പോൾ അതിൽ തന്നെ നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്, നിങ്ങൾ യാത്ര ചെയ്യുക. യാത്ര ചെയ്താൽ നിങ്ങളുടെ ഹൃദയം ശുദ്ധിയാകും, ബുദ്ധി വികസിക്കും. യാത്ര ചെയ്യാത്തവൻ കെട്ടിക്കിടക്കുന്ന വെള്ളം പോലെയാണ്. കിടക്കുന്ന വെള്ളത്തിന് ശുദ്ധി ഉണ്ടാവുകയില്ല. ഒഴുകുന്ന വെള്ളം എപ്പോഴും ശുദ്ധമായ ജലമായിരിക്കും. പുതിയ സ്ഥലങ്ങൾ, പുതിയ പ്രദേശങ്ങളൊക്കെ ഒഴുകുന്ന വെള്ളത്തിന് കാണാമെന്ന് പറയുന്ന. അപ്പം അതുപോലെ ഷാഫി ഇമാം ഒരു സഞ്ചാരപ്രിയനായിരുന്നു. അങ്ങനെയായിരിക്കാം ഒരു പക്ഷേ ഷാഫി ഇമാം അതൊക്കെ രചിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഈ ബുദ്ധിയുള്ള ആളുകൾ ഒരിക്കലും ഒരു സ്ഥലത്ത് ഇരിക്കരുത്. അവർ യാത്ര ചെയ്യണം. അവർ നാടും വീടും വിട്ട് പരദേശിയാകണം, പ്രയാസം സഹിക്കണം. അതിലാണ് രസം, അതിലാണ് ജീവിതത്തിൻ്റെ രസം. ഇങ്ങനെ ഒരുപാട് കവിതകളുണ്ട്. ഷാഫി ഇമാം ജനിക്കുന്നത് ഫലസ്തീനിലെ ഗസ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഹിജ്റ 150. ഇതേ സമയത്താണ് അബൂ ഹനീഫ ഇമാം,
ബഗ്ദാദിൽ വെച്ച് ഈ ലോകത്ത് നിന്ന് വിട പറയണത്. ക്രിസ്തുവർഷം 767 അസ്കലാൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഷാഫി ഇമാം ജനിക്കുന്നത്. ഫലസ്തീനിലെ ഗസയിലുള്ള അസ്കലാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത്. 2 വയസ്സിന് മുമ്പ് തന്നെ പിതാവ് മരണപ്പെട്ടിട്ടുണ്ട്. പിന്നെ മാതാവിൻ്റെ ഒരു ശിക്ഷണത്തിലാണ് പ്രാഥമിക വിദ്യാഭ്യാസങ്ങളും കാര്യങ്ങളൊക്കെ നേടിയെടുത്തത്. ശരിക്കും ഷാഫി ഇമാമിൻ്റെ ഈ ഷാഫി എന്ന് പേര് വരാൻ കാരണം ഷാഫി ഇമാമിൻ്റെ പിതാമഹനുണ്ടായിരുന്നു. അവരുടെ പേര് ഷാഫി ഉബിനു സായിബ് എന്നായിരുന്നു. അവരിലേക്ക് ചേർത്തിയാണ് ഷാഫി എന്ന പേര് ഷാഫി ഇമാമിന് കിട്ടിയത്. അബൂ അബ്ദുല്ല മുഹമ്മദ് ബിൻ ഇദ്രീസ് അഷാഫി എന്നാണ് യഥാർത്ഥ പേര്. നമ്മളിങ്ങനെ കേട്ട് ഷാഫി ഇമാം അങ്ങനെയാണ് ലോകാടിസ്ഥാനത്തിൽ എല്ലാവർക്കും പ്രസിദ്ധമായൊരു പേര് അങ്ങനെയാണ്. 7 വയസ്സിലെ ഖുർആൻ ഫുള്ള് മനപ്പാടാക്കി. ചില്ലറ കാര്യമല്ല. അപ്പോൾ നമുക്കറിയാലോ ഒരു സൂറത്ത് പഠിക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ. 10 വയസ്സ് ആയപ്പോഴേക്കും ഇമാം മാലിക് റളിയല്ലാഹുവിൻ്റെ മുവത്ത എന്ന് പറഞ്ഞ ഹദീസ് ഗ്രന്ഥമുണ്ട്, അത് മുഴുവൻ മനപ്പാടമാക്കി. എന്നിട്ട് മക്കയിലെ മുഫ്തി മുസ്ലിം ബിൻ ഖാലിദ് എന്നവരിൽ നിന്നാണ് ഫിഖ്ഹിലെ പഠനം ആരംഭിച്ചത്. 15 വയസ്സ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊരു 15 വയസ്സുള്ള ഒരു കുട്ടിയെക്കുറിച്ച് നമ്മൾ ചെന്ന് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവും. 15 വയസ്സായപ്പോഴേക്കും ഫത്വ കൊടുക്കാനുള്ള ഒരു അംഗീകാരം അവരുടെ ഉസ്താദുമാരൊക്കെ അവർക്ക് കൊടുത്തു എന്നൊക്കെയാണ് ചരിത്രം. പിന്നെ മദീനയിലെത്തി ഇമാം മാലിക് റളിയല്ലാഹുവിൻ്റെ ഒപ്പം ചേർന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു.